കണ്ടെയ്നർ ലോറി നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറി. പുലർച്ചെ ആലുവ എടത്തല അൽ അമീൻ കോളേജിനടുത്താണ് സംഭവം. വിവരങ്ങളുമായി ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്യാംപ്രസാദ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ഇത് എങ്ങനെയാണ് ഉണ്ടായത്? ആർക്കെങ്കിലും പരിക്കോ മറ്റോ ഉണ്ടോ? മോദി, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ സംഭവം. അതായത് ഒരു സ്റ്റീൽ ഗോഡൗണിലേക്ക് വരികയായിരുന്നു. ഈ സ്റ്റീൽ ഗോഡൗണിലേക്ക് വരുന്നതിനിടയിൽ ആ ഡ്രൈവറിന് വഴിതെറ്റി. അങ്ങനെയാണ് ഈ ആലുവയ്ക്ക് എടത്തലയ്ക്കടുത്ത് ഈ കണ്ടെയ്നർ ലോറി അട്ടക്കാട് അലിക്കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. വീടിന് മതിലുണ്ടായിരുന്നു. ആ മതിൽ ഇടിച്ച് തകർത്ത് ഈ കണ്ടെയ്നർ ലോറി അകത്തേക്ക് കയറി. ഈ മതിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് ഈ ലോറി ചെന്നില്ല. അതിനു മുമ്പേ തന്നെ ലോറി നിന്നു. കാരണം ആ ടയറിനിടയിൽ ഈ മതിലിൻ്റെ ഭാഗം നിന്നുകൊണ്ട് അങ്ങനെ ഊട് ആയി. അങ്ങനെയാണ് ഈ ലോറി ഈ വീട്ടിലേക്ക് ഇടിച്ച് കയറായിരുന്നത്. ഈ പുലർച്ചെ ആയതിനാൽ തന്നെ വീട്ടുകാരൊക്കെ ഉറക്കത്തിലായിരുന്നു. അതിനാൽ തന്നെ മറ്റ് ആർക്കും തന്നെ പരിക്കില്ല. ഡ്രൈവർക്കോ മറ്റാളുകൾ ആരും തന്നെ ആ സമയത്ത് ഉണ്ടാകാത്തതിനാൽ ആർക്കും പരിക്കുകളൊന്നുമില്ല. ഈ സമീപത്തുള്ളൊരു സ്റ്റീൽ ഗോഡൗണിലേക്കായിരുന്നു ഈ കണ്ടെയ്നർ ലോറി വരുന്നത്. അതിനിടയിലാണ് ഈ സംഭവം. പുലർച്ചെ രാവിലെ എത്തുമ്പോഴാണ് ആളുകൾ ഇങ്ങനെ കാണുന്നത് ഒരു ലോറി ഇടിച്ച് ഇതിനിടയിൽ കിടക്കുന്നു. പക്ഷേ ഡ്രൈവർക്ക് പിന്നീട് ആ ലോറി അനക്കാനും പറ്റില്ല. കാരണം വലിയൊരു ബീമാണ് ആ ടയറിനിടയിൽ പെട്ടത്. അങ്ങനെ നിലവിൽ രാവിലെയോടുകൂടി തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഇപ്പോൾ ആ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ശരി ശ്യാംപ്രസാദ്.